ദർശന ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമി യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം. ഞാൻ ഇന്ന് അല്ലൈനിലാണ്. അല്ലൈനിലെ സനയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അല്ലൈനിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബാണ് സനയ. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന പ്രദേശത്തു നിന്നും ഏതാണ്ട് 21 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച് ഇന്ന് ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിലേക്ക് എത്തിയ ജനാബ് സുബൈർ. SS ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാനാണ് അദ്ദേഹം. SS എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പാർട്ണറും കൂടെ ഉണ്ട്. ഷംസുന്റെ എസും സുബൈറിന്റെ എസും കൂടെ ചേർന്നാണ് SS ഗ്രൂപ്പ്. SS ഗ്രൂപ്പ് മെയിൻലി നിൽക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയൽ രംഗത്താണ്. ഓട്ടോ സ്പെയർ പാർട്സ്, ജനറൽ ട്രാൻസ്പോർട്ടിംഗ്, റെന്റ് എ കാർ, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ ഒട്ടനവധി സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതുവഴി ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് SS ഗ്രൂപ്പ്. ആ വിജയത്തിലേക്ക്, അതിന്റെ വിജയം എന്താണെന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് മിസ്റ്റർ സുബൈറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. ചങ്ങരംകുളം എന്ന് പറയുന്ന ഗ്രാമമാണ് പള്ളിക്കര. ചങ്ങരംകുളത്ത് പള്ളിക്കര എന്ന ഗ്രാമം, അതാണ്, അവിടെയാണ് ജന്മദേശം. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് ഗൾഫിലായിരുന്നു, കുവൈത്തായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാന് മൂന്നാമത്തെ മകൻ. ആ ചങ്ങരംകുളത്തെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? നല്ല അൽഹംദുലില്ലാ, നല്ല അനുഭവമായിരുന്നു. നമ്മള് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ ജീവിച്ചു. അവിടെ നിന്ന് നമ്മളൊരു ആദ്യമായിട്ട് തൊഴിലിന് പോകുന്ന വർക്ക്ഷോപ്പിലേക്കാണ്. നമ്മള് അവിടെ നാട്ടില് നമുക്ക് ഒരുപാട് എഞ്ചിൻസും മെഷീനറിയും വീട്ടില് ഉള്ളതുകൊണ്ട്, അന്ന് കറണ്ട് ഇല്ലാത്ത കാലത്ത് മില്ലുള്ളത് കൊണ്ട് അവിടെ എഞ്ചിൻ ഉണ്ടായിരുന്നു. മില്ല് കറണ്ട് ഇല്ല. അന്ന് വീട്ടിൽ എഞ്ചിനീയറിംഗ് മെഷീനറികളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഫീൽഡിലേക്ക് ഓട്ടോമാറ്റിക് വന്നുപോയി. ഈ കാറിനോട്, അതായത് മെക്കാനിക്കലിനോട് വളരെ ചെറുപ്പം മുതലേ ആഗ്രഹം. നമ്മള് സ്കൂളിൽ പോകുന്ന കാലത്ത് 7ാം ക്ലാസ് മുതൽ വെക്കേഷൻ ടൈമിന് നമുക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ വേണ്ടപ്പെട്ട വർക്ക്ഷോപ്പ് ഉണ്ടായി. അവിടെ പോയി ആ 2 മാസക്കാലം നമ്മളവിടെ വണ്ടിയെ കുറിച്ച് അവരെ കൂടെ ഉണ്ടാവും. വണ്ടി പണി ചെയ്യും, പഠിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് SLC കഴിയുന്നത് കൂടി നമ്മൾ ഓട്ടോമാറ്റിക് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ കുറെ കാലം നമ്മളെ വർക്ക്ഷോപ്പ് നമുക്ക് തൊഴിൽ അധ്യാപിച്ച ആള് നമ്മുടെ ബാലേട്ടൻ എന്ന ആളായിരുന്നു. ആള് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക്ഷോപ്പിലായി. പിന്നെ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായി കൂടുതൽ വർക്ക് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്തു. പിന്നെ നമ്മൾ തെന്നക്കാമ്പിലുള്ള ഒരു മനുഷ്യൻ ഓട്ടോമാറ്റിക് വർക്കിലേക്ക് വരുന്നത്. അങ്ങനെ ആ വർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്തു. പിന്നെ ആള് പുറത്തുനിന്ന് വന്നപ്പോ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകും. 1994 ആദ്യമായിട്ട് അബുദാബി വന്നു. അതെങ്ങനെയായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം തന്നെയാണ്. ഒരു നമ്മളുടെ ഫീൽഡ് തന്നെ നമുക്ക് തെരഞ്ഞെടുക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നുടനെ നമ്മള് വന്നു. അപ്പൊ എന്നെ ഇവിടെ പല ജോലിക്കും വിളിച്ചു. എനിക്കന്ന് മില്ലിന്റെ വർക്ക് അറിയാം. മില്ലിലേക്ക് ഒരാൾ വിളിച്ചു, ഞാൻ പോയില്ല. അതിന് മോട്ടോർ വർക്ക്ഷോപ്പിന്റെ മോട്ടോർ പണി എനിക്കറിയാം, വാട്ടർ എഞ്ചിൻ എനിക്ക് പണി അറിയാം, കാറിന്റെ പണി. എന്റെ ഗുരു എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യുന്ന ആളായിരുന്നു. എല്ലാം പഠിപ്പിച്ചു തന്നു. അപ്പൊ ഗൾഫിലോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു, സുബേ നീ എവിടെ പോലും നീ പേടിക്കണ്ട, നീ ഒരു പേടിയും പേടിക്കണ്ട. ഗൾഫിലേക്ക് നീ പോകുമ്പോ എന്നോട് പറഞ്ഞു, ഒരു ആള് എയർപോർട്ട് വരെ ആൾ കൊണ്ടാക്കി തന്നു. അപ്പൊ ഇവിടെ വന്ന് അബുദാബിയിൽ വന്ന് ആദ്യമായി വന്നു. അതും ആ വ്യക്തിയുടെ കെയർ ഓഫിൽ തന്നെയാണ് നമ്മളൊരു വർക്ക്ഷോപ്പിലേക്ക് പോയത്. ആ നാട്ടിലെ വർക്ക്ഷോപ്പുമായി ബന്ധമുള്ള വ്യക്തിയാണ് നമ്മളെ ഈ ഫീൽഡിലേക്ക് അവിടെ തന്നെ 2 വർഷക്കാലം ഇവിടുത്തെ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ അവിടെ നിന്നു. അങ്ങനെ അവിടെ ആ ആളെ കെയർ ഓഫിൽ അബുദാബിയിൽ ഒരു അറബി ഉണ്ടായിരുന്നു. അവനുടെ സ്ഥലം അവിടെ സനയിൽ അന്ന് ആ ഭാഗം ഒന്നുമില്ല, കംപ്ലീറ്റ് കുന്നാണ്. അവിടെ പട്ടാണികൾ താമസിക്കുന്ന ഫുൾ ഏരിയയിൽ ഒരു അറബിയുടെ ഒരു ബിൽഡിംഗ് കാലിയായി കിടക്കുന്നുണ്ട്, അധികം ആളെടുക്കാതെ. അവന്റെ നമ്മൾ 2 റൂം എടുത്തിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും വന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് അബുദാബിയിൽ നിന്ന് ഞാൻ വേറെ എന്റെ കൂടെ അവൻ വന്നു. അങ്ങനെ കുറേശ്ശെ നമ്മൾ ഘട്ടമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. വളരെ ചെറുതായിട്ട് നമ്മൾ ഞാൻ ആദ്യം പണി ചെയ്തു. പിന്നെ 2 ആളായി, 3 ആളായി. പിന്നെ മെക്കാനിക്കിൽ നിന്ന് നമ്മൾ വർക്ക്ഷോപ്പ് ഒന്നുകൂടി മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി. എന്നിട്ട് അവിടെ ഡെന്റിങ് പെയിന്റിങ് തുടങ്ങി. പിന്നെ ഘട്ടമായിട്ട് വീണ്ടും ഒന്നുകൂടി വികസിപ്പിച്ചു. നമ്മൾ ഇതിന്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. പിന്നെ നമ്മൾ മാരേജ് കഴിഞ്ഞ് വന്നിട്ട് വിവാഹം കഴിച്ചത് ഞാൻ പെരുമ്പടപ്പ് പുത്തമ്പള്ളി. എത്ര കുട്ടികളാണ്? ഞങ്ങൾ ഇപ്പോ 4 ആൺകുട്ടികൾ. എല്ലാവരും ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ 3 ആൾ ഇവിടെ ഉണ്ട്. ഒരാൾ സ്കൂളിൽ ചേർക്കാനായി, ഒരാൾ ഇവിടെ പഠിക്കുന്നുണ്ട്. കുഴപ്പമില്ല, 10-15 വർഷമായിട്ട് അവരിവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. ലെക്സസിന് മാത്രമായ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ലെക്സസ് മാത്രം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ടൊയോട്ട, ലെക്സസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്തതാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഇന്ന് അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയി. ഇന്നിപ്പോ എല്ലാ വണ്ടികളുടെ കമ്പ്യൂട്ടർ ഓൾറെഡി നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ട്. എല്ലാ ചിക്കുന്ന കമ്പ്യൂട്ടറുകളുണ്ട്, വണ്ടികളുണ്ട്.
പിന്നെ പെയിന്റും ഇവിടെ തന്നെ നമ്മൾ പെയിന്റ് ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട്. പിന്നെ A to Z നമുക്ക് എന്തോടെ ചെയ്യാത്തതൊന്നുമില്ല. ഇപ്പൊ ഇന്ന് നമ്മൾ ഷെയ്ഖുമാരുടെ എഗ്രിമെന്റ് ഉണ്ട്. അവിടുത്തെ ഡംബർ കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിന് ജോലി ചെയ്യുന്ന മെഷീനറികൾ അതൊക്കെ നമ്മളിവിടെ നമ്മുടെ അണ്ടറിലാണ് റിപ്പയർ ചെയ്ത് പോകണം. നമ്മളതിന്റെ എഗ്രിമെന്റുകൾ. ഇന്ന് 7 സെന്ററുകളുണ്ട്. ഇന്ന് 7 സെന്ററുകളുണ്ട്. ഇന്ന് ലൈൻ കണക്റ്റഡ് ആയിട്ടാണോ അതോ സനയ ഓൺലി അല്ലേ? നമ്മൾ ഓൺലി വേറൊരു സ്ഥലത്തേക്ക് പുതിയ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഇത് സർവീസ് സെന്ററാണ്. ഇതിപ്പോ ഫുൾ ഇൻഷുർഡ് ആണ് ഗാരേജ് ഞങ്ങൾ ചെയ്തത്. ഫുൾ ഇൻഷുർഡ് ആണ്. സ്റ്റാഫിന് നമ്മൾ സെപ്പറേറ്റ് ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. വെക്കുമ്പത്ത് കൂടാതെ നമ്മൾ സേഫ്റ്റി ഫുൾ ഇവിടെ സനയിൽ മലയാളി ഗാരേജ് ഇൻഷുർ ചെയ്തൊരു ഗാരേജ് ഇവിടെ ഒരു പ്രൈവറ്റ് ഗാരേജ് ഇന്ന് ചെയ്തിട്ടില്ല ഇവിടെ. പിന്നെ മലയാളികൾ ഇന്ന് ഇപ്പൊ നമ്മുടെ അടുത്ത് 65 ആൾ പണിയുന്ന വർക്ക്ഷോപ്പ് നമ്മുടെ ഇതില് മൊത്തം എംപ്ലോയീസ് എത്ര എല്ലാ രാജ്യങ്ങളിലും 100 ആളുണ്ട്. 100 പേരുടെ കുടുംബം ഇന്ന് നമ്മളിവിടെ SS ഗ്രൂപ്പിനെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. ജനറൽ ട്രാൻസ്പോർട്ട് രംഗത്തും SS ഗ്രൂപ്പ് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മെയിൻ ട്രാൻസ്പോർട്ട്? നമ്മളിപ്പോ ലൂലു സെന്റർ ചെയ്യുന്നുണ്ട്. ലുലു സെന്റർ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ലൂലു ചെയ്യുന്നുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഹുക്കുമത്തിന്റെ സിമെന്റ് ഫാക്ടറിയിൽ നമ്മൾ വണ്ടി അവിടെ സ്റ്റാഫിനെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഇവിടെ വലിയൊരു ക്ലീനിങ് കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ 2 ക്ലീനിങ് കമ്പനി മെയിനായി ചെയ്യുന്നു. പിന്നെ നമ്മുടെ കീഴിൽ കുറെ ആൾക്കാർ വണ്ടികൾ പിക്കപ്പ് എടുത്തിട്ട് അവർ സ്വന്തമായി ഓടുന്നുണ്ട്. നമ്മൾ അവരൊക്കെ സർവീസ് ചാർജ് കൊല്ലത്തിന് മേടിച്ചിട്ട് അവർ സ്വന്തമായിട്ട് പല മേഖല റെന്റിന് നമ്മൾ റെന്റ് അവരുടെ സ്വന്തം വണ്ടി നമ്മൾ ഓൺലി ഒരു സ്പോൺസർ അതായത് ടാക്സി നമ്പർ പ്ലേറ്റ് നമ്മൾ കൊടുക്കും. ഓട്ടോ സ്പെയർ പാർട്സ് രംഗത്ത് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ തുടങ്ങിയത് മാക്സിമം ഒരു 15 വർഷം കഴിഞ്ഞു. കാരണം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇന്ന് നമ്മൾ എല്ലാ ഡീലർഷിപ്പും നമുക്കുണ്ട്. ഇന്ന് അൽഫസൈം ഡീലറാണ്, പിന്നെ നിസാൻ ഡീലറാണ്, പിന്നെ മിഷുബിഷി അബ്ദൂർ ഡീലറാണ്. എല്ലാ ഷോറൂമും നമ്മൾ ഡീലർഷിപ്പാണ്. ഡയറക്റ്റ് നമ്മുടെ 2 വർക്ക്ഷോപ്പിലും ഓൺലൈനാണ്. നമ്മൾ ഡയറക്റ്റ് പാർട്സ് ഓൺ ചെയ്തിട്ട് ഇവിടുന്ന് ഓർഡർ അടിക്കാം. ELFന്റെ ഒരു ബെസ്റ്റ് ബിസിനസ് സെന്റർ 2-3 വർഷമായി നമ്മൾ അവാർഡ് മേടിച്ചിട്ടുണ്ട്. അത് അൽ റോസ്തമാനിയ ദുബായ് അവാർഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്പോർട്സുകൾ സ്പോർട്സുകൾ ഇവിടുത്തെ മലയാളി സമാജമായിട്ട് ബന്ധപ്പെട്ട് സമാജം സ്പോൺസർ ചെയ്യാറുണ്ട്. G7 ഫുട്ബോൾ കഴിഞ്ഞ വർഷം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി ഇതൊക്കെ നമ്മൾ ടീമുണ്ട്, നമ്മൾ സ്പോൺസറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം എല്ലാ സംഘടനകളും എന്തെങ്കിലും സംഘടിപ്പിച്ചിരുന്ന അതിനൊക്കെ നമ്മൾ അവരെ വേണ്ട രീതിയിൽ സഹായിക്കാറുണ്ട്. പിന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് റിയൽ എസ്റ്റേറ്റ് നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുപോയി. നമ്മൾ ബിസിനസ്സിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ഥലത്ത് നിന്നു, അത് ആവശ്യം വന്നു, അങ്ങനെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് വന്നതാണ്. അതിപ്പോ നമ്മുടെ ഒരു 4-5 ബിൽഡിംഗ് അതിലുണ്ട്. ഇതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സുബൈറിക്കാടെയും ഷംസുക്കാടെയും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ. അതാണ് SS. എന്ത് കാര്യങ്ങളും ഞങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുത്താൽ അത് രണ്ടാളും അംഗീകരിക്കും. രണ്ടാൾക്കും ശരിയല്ലാത്ത കാര്യങ്ങൾ രണ്ടാളും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കും. ഞങ്ങളെ ഈ വിജയത്തിന്റെ മെയിൻ ഭാഗം ഞങ്ങൾ ടൈമിംഗ് വളരെയധികം പഞ്ചായത്ത് ചെയ്തു. ഒരുപക്ഷെ സ്റ്റാഫുകൾ ഇവിടെ എത്തുന്നതിന് മുന്നേ 7:20 ഞാൻ ഇവിടെ എത്തിയിരിക്കും എല്ലാ ദിവസവും മോർണിംഗ്.
കറക്റ്റ് എത്തിയിരിക്കും. അതിപ്പോ ഞാൻ ഇല്ലെങ്കിൽ ആളെത്തും, ആളില്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ടൈമിങ് ഞങ്ങൾ മാക്സിമം ഇത് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു സ്ഥാപനം വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം വന്നില്ല, നമ്മൾ വൈകുന്നേരം വന്നില്ല, അതേ രീതിയിൽ നമ്മുടെ സ്റ്റാഫും നമ്മളെ പണികളെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആയതുകൊണ്ട് അവരും അറിയാം നമ്മൾ സുബേർക്ക് എത്തും, അപ്പൊ അവരിവിടെ സ്റ്റഡി ആയിരിക്കും. ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പൊ സുബൈർക്കാക്ക് എന്ത് തോന്നുന്നു? ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോ നമ്മള് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ചിന്തിക്കാൻ ടൈമില്ല. ഇന്നിപ്പോ നമ്മളെ മുന്നിൽ കസ്റ്റമർ, വണ്ടി, ആ പണി, ആ കംപ്ലൈന്റ്, ഇപ്പൊ എത്രയോ വണ്ടികൾ, ഇപ്പൊ നിസാം പെട്രോൾ പുതിയ മോഡൽ വന്നു, ഇപ്പൊ പുതിയ നിസാം പെട്രോൾ വന്നു, അതിന്റെ പുതിയ ഫാൾട്ടുകൾ വന്നു. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഇപ്പൊ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ത് വന്നു, അറിവുകൾ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേന് ഇപ്പൊ നിസാം പെട്രോൾ കഴിയുമ്പോൾ അടുത്തൊരു പുതിയ മോഡൽ വന്നു. അപ്പൊ നമ്മൾ അതിന്റെ മുന്നിൽ ഇങ്ങനെ ബിസി ആയിരിക്കും. നമ്മൾ മാക്സിമം വർക്ക്ഷോപ്പിൽ വന്നാൽ വീട്ടിൽ പോലും വിളിക്കാൻ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അത്രത്തോളം ബിസിയാണ്. ബിസിയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വണ്ടി റഡാർ വർക്ക് ചെയ്യുന്നില്ല, സ്പീഡ് IBA പുതിയ ഇൻജിൻ ബ്രേക്ക് എക്സറീസ് പുതിയ സിസ്റ്റം, നമ്മൾ ആളെ മുന്നിൽ വണ്ടി നിൽക്കും. അപ്പൊ അതെന്ത് വർക്കില്ല, അത് ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ, അതിങ്ങനെ നമ്മൾ ഡെയിലി പഠനങ്ങളാണ്. ഇപ്പൊ 5 കമ്പ്യൂട്ടർ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാവിധ വെഹിക്കിൾസും നമ്മൾ ആക്സിഡന്റ് എല്ലാം ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഇതിലിപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി വർക്ക്ഷോപ്പാണ്. എന്ന് പറഞ്ഞാൽ അവരെ പിക്കപ്പ് ആവാം, അവർ എന്ത് വണ്ടി റിപ്പയർ ചെയ്യും. ഇപ്പൊ റാണി ജ്യൂസ് നമുക്കറിയാം, ജ്യൂസ് നമ്മൾ കുടിക്കുന്നത്, അവരിപ്പോ ഫോർക്ലിഫ്റ്റ് കയറുന്നത് നമ്മൾ റിപ്പയർ കൊടുക്കും. അവർക്ക് എന്തൊക്കെ വേണ്ടത് അവർ ചെയ്തു. അത് ഇവിടെ നമ്മുടെ ടാറ്റ ബസ് വരെ, അശോക ലേലൻഡ് വരെ നമുക്കുണ്ട് കമ്പനിക്ക്, അതുവരെ നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ പുറത്ത് കാണാം. അത് ഇവിടത്തെ വർക്ക്ഷോപ്പിൽ ഓൺലി ഫോർ കമ്പനി. പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് ആൾക്കാർ വരാണെങ്കിൽ കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ആ ബ്രാഞ്ചിലേക്ക് കൊടുത്തു. ഇവിടുത്തെ അറബി കസ്റ്റമർ കൂടുതൽ നമ്മൾ ആ ബ്രാഞ്ചിൽ കൊടുക്കും. അവർക്ക് വേണ്ട ഫെസിലിറ്റി അറബി, അത് ഒരു അൽഫത്തൈം സ്റ്റൈലാണ് കൊടുക്കുന്നത്. ഒരു അനുഭവം പറയാം. അബുദാബിയിൽ ഞാൻ വന്ന കാലത്ത് എന്റെ കൂടെ ഒരാഴ്ച ഒരാൾ വർക്ക് ചെയ്തു. ആ ആളുമായിട്ട് എനിക്ക് ചെറിയ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം അങ്ങനെ പോയി. പിന്നെ ഒരു 5 കൊല്ലത്തിന് ആളുമായിട്ട് ബന്ധമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആൾ വിളിച്ചു. അങ്ങനെ ഒരു 10-14 വർഷം ആൾ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് വരാന്നാണ്. ആൾ എന്റെ കൂടെ വന്ന ആളായിട്ടാണ് ഞാൻ എന്റെ ഒരു ചെറിയ ബ്രാഞ്ച്, ആൾ പാർട്ണർഷിപ്പിലാണ് ആ ബ്രാഞ്ച് ലെക്സസ് ബ്രാഞ്ച് തുടങ്ങിയത്. നന്നായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകും. അതുപോലെ തന്നെ ആ ബ്രാഞ്ചും ഇതുപോലെ ആൾ ടാർ ഷോപ്പിന് അതിൽ ചെറിയ ആൾക്കും ആ ബ്രാഞ്ച് തുടങ്ങി. ഇപ്പൊ നമ്മൾ എല്ലാ ബ്രാഞ്ചുകളും അങ്ങനെ ചെയ്യുന്നത്. ഓരോ ആൾക്കാരെ നമുക്ക് അത്ര റിസ്കുകൾ സർവീസ് സെന്റർ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇൻവോൾവ് ഒരാളോട് വേണം. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ ഇപ്പോ പ്ലാനുകൾ ഒന്നുമില്ല. ഇപ്പൊ ഉള്ളതിനെ നന്നായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൂ. വളരെ സന്തോഷം. തിരക്കേറിയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചത്. അസ്സലാമു അലൈക്കും.